സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷ് മാഷിനും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് പ്രഭാവതിയും നന്ദനും കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താണ് നമ്മുടെ ദേവിയെയും കൊണ്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്ന വാശിപ്പുറത്ത് നിന്ന ദേവിയെയും കൊണ്ട് ആ പ്ലാന്റ് അനുവദിപ്പിച്ചേ എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ഇന്ന് വരെ തനിക്ക് തോന്നാത്ത വിധം കുറ്റബോധം തോന്നി. അത് രജനിയെ അറിയിക്കുമ്പോൾ രജനി പറയുന്നു, മിക്കവാറും ദേവിക കള്ളം പറയുന്നതായിരിക്കും. അമ്മയ്ക്കും നന്ദനും ആ പ്ലാന്റ് അനുവദിച്ച് കൊടുപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ, ദേവിയല്ലേ, അതുകൊണ്ട് അവൾ കള്ളം പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവി ചെയ്യുവാണെങ്കിൽ കുറ്റം, അമ്മയും നന്ദനും ചെയ്യുവാണെങ്കിൽ അവർ ചെയ്തതായിരിക്കത്തില്ല. ഇനി മിക്കവാറും ദേവിയെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ദേവിയെ ആളുകൾ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് ആ ഒരു പഴി ഏറ്റുവാങ്ങിയതായിരിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് രജനിക്കുള്ളത്. എന്നാൽ ഒരിക്കലും അതല്ല. എന്തിൻ്റെ പേരിനാണ് ദേവികയ്ക്ക് ഇങ്ങനൊരു പ്രഷർ നന്ദനും അമ്മയും കൊടുത്തത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പലരും ആ പ്ലാന്റിൻ്റെ പേരിൽ ദേവിയെ കുറ്റപ്പെടുത്തിയപ്പോൾ പോലും സിദ്ധാർത്ഥൻ സാറ് പോലും പരസ്യമായും രഹസ്യമായും ദേവികയെ കുറ്റപ്പെടുത്തുന്നത് പ്രഭാവതി മേഡത്തിനും അതുപോലെ നന്ദനും അറിയാമായിരുന്നു. എന്നിട്ട് പോലും സത്യം മറച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ശരിക്കും നന്ദനെ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ മനസ്സിൽ നന്ദനും ദേവികയും ഉത്തമരായിട്ടുള്ള ഭാര്യയും ഭർത്താവുമായിരുന്നു. ദേവി ഇങ്ങനെ നിസ്സാരം പോലെ എല്ലാവരുടെയും മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് ഒളിച്ചിരിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ രജനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പം അമ്മ മനസ്സിലാക്കിയിട്ട് ഗിരീഷിനോട് പറയുന്നു, ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട, രജനി മോളെ ടെൻഷൻ അടിപ്പിക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് ഗിരീഷ് പറയുന്നു, രജനി നിനക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ആണെങ്കിൽ എണീറ്റ് പോകുന്നു. ദേവിക ഇങ്ങനെ അമ്മയോടും അച്ഛനോടും എല്ലാവരും നിൽക്കെ പരസ്യമായിട്ട് അമ്മയും നന്ദനും കാരണമാണ് ഈ കെ നായരുടെ പ്ലാന്റ് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്, എല്ലാവരും കൂടി എന്നെ കെണിയിലാക്കിയിട്ട് രഹസ്യമായിട്ട് നിന്ന് സന്തോഷിക്കുകയല്ലേ, ഞാൻ ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങളായിരുന്നു എന്നെ രക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള രൂപത്തിൽ സംസാരിച്ചത് നന്ദന് ഭയങ്കര വിഷമമായി. ആ ഒരു കാര്യം പറയുമ്പോൾ ബെല്ല അത് എരിപിരി വെച്ച് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നന്ദനാണെങ്കിൽ ദേവികയോട് ഉണ്ടായിരുന്ന സ്നേഹം കൂടി നഷ്ടമാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിനും പരസ്പരം വാക്കു തർക്കമോ പിണക്കമോ ഒന്നുമില്ലാത്ത നന്ദൻ്റെയും ദേവിയുടെയും ജീവിതത്തിലേക്ക് അസാരസ്യങ്ങൾ മാത്രമല്ല പരസ്പരം സംസാരിക്കുന്ന ആ ഒരു അവസരങ്ങൾ കൂടി നഷ്ടമാകുന്നു. അതേസമയം സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ ദേവികയെ വന്ന് ആശ്വസിപ്പിക്കുന്നു, മോളെ അച്ഛൻ ദേഷ്യത്തിൻ്റെ പുറത്ത് പലതും സംസാരിച്ചിട്ടുണ്ട്, എനിക്കറിയില്ലായിരുന്നു നീ മനഃപൂർവ്വം ഇങ്ങനൊരു പ്ലാന്റ് അനുവദിച്ചു കൊടുത്തു എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരു വാക്ക് നിനക്ക് എന്നോട് പറഞ്ഞുവിടായിരുന്നു? ഇത്രയധികം ഞാൻ സങ്കടപ്പെടുത്തിയപ്പോഴും നീ എന്തുകൊണ്ടാണ് അതെല്ലാം മറച്ചു വെച്ചത് എന്ന് ചോദിക്കുമ്പം സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല, ഇപ്പോഴെങ്കിലും പറഞ്ഞത് ഒരു കണക്കിന് നന്നായെന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛാന്ന് പറയുമ്പം, മോക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും പേഴ്സണൽ കാര്യങ്ങളിലായാലും എന്ത് വിഷമം വന്നാലും അച്ഛനോട് പറയാൻ മടി കാണിക്കരുത്, അച്ഛൻ അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരും. ഇനി അമ്മയോ നന്ദനോ എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും മോളുടെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്ന സമയത്ത്, ഇല്ല അച്ഛാ, ഇനി ഒരിക്കലും എനിക്ക് ജനദ്രോഹപരമായിട്ടുള്ള ഒരു പ്ലാന്റിനാവട്ടെ ഒരു പ്രൊജക്റ്റിനാവട്ടെ അംഗീകാരം കൊടുക്കില്ല. അതിൻ്റെ പേര് ഞാൻ ഇന്ന് വരെ സമാധാനത്തിൽ ഒന്നും ഉറങ്ങിയിട്ടില്ല. ചിലപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേര് എന്നോട് അസ്വാരസ്യങ്ങൾ കാണിച്ചു നിൽക്കും, എങ്കിലും ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടത്തേ ഉള്ളൂ. ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം ഭംഗിയായിട്ട് ചെയ്യണമെന്ന് തന്നെ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ചേർത്ത് നിർത്തി സിദ്ധാർത്ഥനാണെങ്കിൽ. അതേസമയം നന്ദൻ ആകെ സങ്കടപ്പെട്ട് ഇസബല്ലയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. കാരണം മന്ത്രിസഭയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണിപ്പം നഷ്ടമായിരിക്കുന്നത്. നഷ്ടമായതല്ല, നന്ദൻ തന്നെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ആ ഫയൽ നഷ്ടമായ കാര്യത്തെ ചൊല്ലി സിദ്ധാർത്ഥൻ സാറ് നന്ദനെയും അതുപോലെ പ്രഭാവതിയാണ് സംശയിക്കുന്നത്. ഒരിക്കൽ കെ നായരുടെ പ്ലാന്റ് അനുവദിക്കാൻ വേണ്ടി രണ്ടുപേരും മാനസികമായി സമ്മർദ്ദം ചെലുത്തി ദേവികയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. ഈ വീട്ടിൽ ഇപ്പം ദേവിക എന്ന് പറയുന്ന MLAയുടെ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് നന്ദനും അതുപോലെ പ്രഭാവതിയാണെന്ന് ഒരു ഏകദേശ ക്ലൂ മനസ്സിലാകുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിനും അതുപോലെ ഗിരീഷിനൊക്കെ. കാരണം കെ നായരുടെ പ്ലാന്റ് അനുവദിക്കാൻ നിസ്സാരമായിട്ടൊന്നും പറഞ്ഞതല്ല, കെവിൻ്റെ ആ സ്വാധീനത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. കെവിനും ഇസബല്ലയും എന്തിൻ്റെ പേരിനാണ് നന്ദനെയും പ്രഭാവതിയും സ്വാധീനിച്ച് നിർത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമുള്ള ആ ഒരു സ്ഥിതിക്കാണ് ഫയൽ നഷ്ടമായ കാര്യത്തെ വലിയ ഗൗരവമായിട്ട് തന്നെ സിദ്ധാർത്ഥൻ സാറ് കണക്കാക്കുന്നത്. മുമ്പാണെങ്കിൽ ദേവിക ആ ഫയൽ നഷ്ടമായെന്ന് പറയുമ്പോൾ മനഃപൂർവ്വം മാറ്റിവെച്ചു എന്നുള്ള രൂപത്തിനാണ് സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല. ദേവിക കുറ്റമൊന്നും ചെയ്യത്തില്ല, അവളെ ആരോ
ചതിക്കുന്നതാണെന്നുള്ളൊരു തോന്നലിൽ സിദ്ധാർത്ഥൻ സാറ് നന്ദനെ നന്നായിട്ട് ശകാരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വിഷയം വന്ന് ഇസബല്ലയോട് പറയുമ്പം എന്തു പറ്റി നന്ദ, എന്താ നീ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഫയൽ നഷ്ടമായ കാര്യം അച്ഛൻ അറിഞ്ഞുവെന്നും കെ നായരുടെ പ്ലാന്റിൻ്റെ പ്രശ്നത്തെ തുടർന്ന് ഇപ്പോൾ എന്നെയാണ് സംശയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇസബല്ല പറയുന്നു, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ആ ഫയൽ തൽക്കാലം ദേവികയ്ക്ക് തിരിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ മതി, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പ്രശ്നം അങ്ങ് ശാന്തമായിക്കോളും എന്ന് പറയുമ്പോൾ അങ്ങനല്ല ഇസബല്ല, ആ ഫയൽ തിരികെ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അതേസമയം ചന്ദ്രമതിയോട് ത്യാഗരാജനാണെങ്കിൽ പറയുന്നു, കണ്ടില്ലേ മുഖം മൂടിയിട്ട ആളുകളുടെ തനി സ്വഭാവം എന്താണെന്ന് കണ്ടില്ലേ, ചന്ദ്രോത്ത് വീട്ടിലെ ആരെങ്കിലും പറ്റി പറയുമ്പോൾ ചേച്ചിക്ക് എന്തൊരു നാവായിരുന്നു, ഇപ്പോൾ ഉറ്റ സുഹൃത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ മറുപടി ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഈ ഫയൽ നഷ്ടമായതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്, കാത്തിരിക്കാം.